ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഒന്ന്, ഒരു ഹലോ വേൾഡ് പ്രോഗ്രാം എങ്ങനെ കൺസോളിലും അതേപോലെ ബ്രൗസറിലും പ്രിന്റ് ചെയ്യാം. അതേപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റം മോഡ്യൂൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്ത് മറ്റൊരു ഫയലിനകത്ത് യൂസ് ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അതിനായിട്ട് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് app.js എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം പറഞ്ഞ എന്തായിരുന്നു, കൺസോളിലേക്ക് ഹലോ വേൾഡ് എങ്ങനെ പ്രിന്റ് ചെയ്യും. അത് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഫയലിനകത്ത് console.log ജസ്റ്റ് ഹലോ വേൾഡ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരും. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. മേ ബി console.log പ്രിന്റ് ചെയ്യുക. എന്ത് ചെയ്യുക, നോഡിന്റെ അത് ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാനായിട്ട് നോഡ് സ്പേസ് നമ്മുടെ app.js നമ്മുടെ ഫയലിന്റെ പേര് ഇനി എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഹലോ വേൾഡ് പ്രിന്റ് ആവും. അല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നോഡ് സ്പേസ് ആപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചാലും മതി. .js നമുക്ക് കോമിറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഹലോ വേൾഡ് പ്രിന്റ് ആവും. ഓക്കെ, ഇത് നമ്മുടെ കൺസോളിൽ പ്രിന്റ് ചെയ്യുന്നതിന്. ഇനി ഇതേ സാധനം നമുക്ക് ബ്രൗസറിൻ്റെ അകത്ത് പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ഇനിയാണ് നമ്മുടെ നോഡിന്റെ ശരിക്കുള്ള പാട്ട് വന്നത്. ഇപ്പൊ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിന്റെ പാട്ടാണ്. നോഡിന്റെ പാട്ട് നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? ഒരു സെർവർ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ഫസ്റ്റ് നോഡിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സെർവർ ക്രിയേറ്റ് ചെയ്യണം. ആ സെർവറിനെ ലിസൺ ചെയ്തിട്ട് വേണം നമ്മൾ നോഡിന്റെ ബ്രൗസറിൻ്റെ അകത്ത് നമുക്ക് കണ്ടന്റ്സ് ഒക്കെ കിട്ടാനായിട്ട്. അല്ലെങ്കിൽ നോഡ് സെർവർ അപ്പ് ആൻഡ് റണ്ണിങ് ആക്കിയാൽ മാത്രമേ നോഡിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മെയിൻ ആയിട്ട് റൺ ആവുള്ളൂ, അല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു HTTP എന്ന് പറഞ്ഞ ഒരു പാക്കേജ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതിനായിട്ട് റിക്വയർ കൊടുക്കുക, HTTP കൊടുക്കുക. ഇത് ബിൽറ്റ് ഇൻ ക്ലാസ് ആണ് നോഡിന്റെ അകത്ത്. HTTPയും HTTPS ഉണ്ട്. HTTPS ആണെന്നുണ്ടെങ്കിൽ HTTPS സെർവർ തന്നെ റിക്വയർ ചെയ്യണം. ഇപ്പൊ നമ്മൾ ഡെമോ പർപ്പസിനായിട്ട് HTTP മാത്രമേ റിക്വയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ HTTP എന്ന് പറയുന്ന ക്ലാസ് അല്ലെങ്കിൽ പാക്കേജ് ലോഡ് ചെയ്യുക. ഈ പാക്കേജ് വെച്ചിട്ടാണ് നമ്മൾ സെർവർ ക്രിയേറ്റ് ചെയ്യുന്നതും സെർവറിനെ ലിസൺ ചെയ്യുന്നതും ബാക്കി കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നതെല്ലാം. അപ്പം HTTP പാക്കേജ് നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മളൊരു സെർവർ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ അകത്തോട്ട് HTTP.create server എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് സെർവറിൻ്റെ അകത്ത് നമുക്കിവിടെ റിക്വസ്റ്റ് ലിസണർ കാണും, പിന്നെ എങ്ങനെയാണ് റെസ്പോൺസ് എന്ന് കാണും, അതേപോലെ സെർവർ കോൺഫിഗർ ചെയ്യാനുള്ള കാര്യങ്ങളും കാണും, അല്ലേ? അപ്പോൾ ഫസ്റ്റ് ബ്രാക്കറ്റിനകത്ത് നമുക്ക് റിക്വസ്റ്റ് കാണും, റെസ്പോൺസ് കാണും, പിന്നെന്താണ് കാണുന്നത്? അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവർ കോൺഫിഗർ ചെയ്യാനുള്ള കോൾ ബാക്ക് കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെർവറിന്റെ റെസ്പോൺസ് എന്താണ് പോകേണ്ടത്, റെസ്പോൺസിന്റെ സ്റ്റേറ്റസ് കോഡ് എന്താണ് റെസ്പോൺസിൽ പോകേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, അതിനായിട്ട് റെസ്പോൺസ് ഡോട്ട് റൈറ്റ് ഹെഡ് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഹെഡേഴ്സിനെ എല്ലാത്തിനും കൂടെ ഇതിനകത്താണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അന്നേരം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് എന്താണ്, സ്റ്റേറ്റസ് കോഡ്. നമ്മുടെ സ്റ്റാറ്റസ് കോഡ് നേരത്തെ പറഞ്ഞിരുന്നത് അല്ലേ, 201 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ക്രിയേറ്റഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, അല്ലേ? അപ്പം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ റെസ്പോൺസ് ഓക്കെ ആണ് നമുക്ക് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 200 201 പുതിയ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ 201 കൊടുക്കുക, അല്ലെങ്കിൽ 200 പാസ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്പോൺസ് ഓക്കെ ആണെന്ന് നമ്മുടെ ബ്രൗസർ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഇതിൻ്റെ അകത്താണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, നമ്മുടെ കണ്ടന്റ് ടൈപ്പ് ഒക്കെ കൊടുക്കുന്നത്. കണ്ടന്റ് ടൈപ്പ് അതായത് നമ്മൾ ബ്രൗസറിനോട് പറഞ്ഞ് മനസ്സിലാക്കുവാണ് ഇവിടുന്ന് വരുന്ന കണ്ടന്റ് ഏത് ടൈപ്പാണ്. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് ഓർ പ്ലെയിൻ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഓർ HTML കൊടുക്കാം, കണ്ടന്റ് ടൈപ്പ്. ഓക്കെ, ഇനി കണ്ടന്റ് ടൈപ്പ് അതായത് റെസ്പോൺസിനകത്ത് ഹെഡേഴ്സ് എല്ലാം റൈറ്റ് ചെയ്തു. വേറെ എന്തെങ്കിലും ഹെഡേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ആക്സെപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ഹെഡർ ആയിട്ട് കൊടുക്കാം. ആക്സെപ്റ്റ് അതേപോലെ ആപ്ലിക്കേഷൻ JSON ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം. തൽക്കാലം ഇത്ര മതി. എന്നിട്ട് റെസ്പോൺസ് ഡോട്ട് എൻഡ് കൊടുക്കുക. ഇതിൻ്റെ അകത്താണ് നമ്മൾ എന്ത് കണ്ടന്റ് ആണ് റൈറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഹലോ വേൾഡ് നമ്മൾ പ്രിന്റ് ചെയ്തു. ഓക്കെ, ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ സെമിക്കോളൻ കൊടുത്ത് അത് നിർത്തി. ഇനി ഇപ്പൊ നമ്മൾ സെർവറിനുള്ള ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ ലിസൺ ചെയ്യണം ഏത് പോർട്ടിലേക്കാണ് സെർവറിനെ ആക്സസ് ചെയ്യേണ്ടത്. അപ്പൊ സെർവർ ഡോട്ട് ലിസൺ കൊടുക്കുക. നമുക്ക് സാധാരണ Node.js ആപ്ലിക്കേഷനിൽ 3000 ആണ് പോർട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേറെ എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള പോർട്ട് ഉണ്ടെങ്കിൽ ആ പോർട്ടുകൾ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. 3000 നമ്മൾ പോർട്ട് കൊടുത്തു. പിന്നെ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ കൊടുക്കുക. കോൾ ബാക്ക് ഫംഗ്ഷനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കൺസോൾ ലോഗ് ചെയ്യുക. എന്താണ്, നമ്മുടെ സെർവർ റണ്ണിങ് ആണ്, ഈ ഒരു പോർട്ടിലാണ് ലിസൺ ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടി മാത്രം. ഇനി ഇത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോഡ് ആപ്പ് റൺ ചെയ്യാം. അപ്പോൾ സെർവർ ഈസ് റണ്ണിങ് ഓൺ പോർട്ട് 3000 എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ പോർട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ലിസൺ ചെയ്യാം. നമുക്ക് സെർവർ റണ്ണിങ് ഓൺ പോർട്ട് 3000 എന്ന് പറഞ്ഞിട്ട് കിട്ടി, അല്ലേ? അപ്പൊ നമ്മൾ ബ്രൗസറിൽ പോയിട്ട് നമ്മൾ എന്ത് കൊടുക്കാം,
ലോക്കൽ ഹോസ്റ്റ് നമ്മുടെ 3000 പോർട്ടിന്റെ നമ്പർ 3000 ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ 3000 കൊടുക്കുന്നത്. ലോക്കൽ ഹോസ്റ്റ് 3000 കൊടുത്തിട്ട് എൻ്റർ കൊടുക്കുക. അപ്പൊ നമ്മൾ അവിടെ റൈറ്റ് ചെയ്ത് തരുന്ന ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടന്റ് കിട്ടും. ഓക്കെ, ഇനി ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ബാക്ടിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ബാക്ടിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? അതായത് ബാക്ടിക്സ് ജാവാസ്ക്രിപ്റ്റിന്റെ കോഴ്സസ് നമ്മൾ പറഞ്ഞിരുന്നു. ബാക്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിലൈൻ കമന്റ്സ് നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ വേരിയബിൾസിന്റെ വാല്യൂസും നമുക്ക് ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു വേരിയബിൾ എടുത്തു, നെയിം, ജോബ്സ് എന്നുള്ള നെയിം എടുത്തു. ഞാനിപ്പം ഇതിൻ്റെ അകത്ത് എഴുതുവാണ് ഹലോ. ഇനി ആ ജോബ്സ് എന്നുള്ള നെയിം ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ടെക്നോളജി മാറിപ്പോയി. ഡോളർ കൊടുക്കുക, വെളി ബ്രാക്കറ്റ് ഓപ്പണിംഗ് ക്ലോസിംഗ്, എന്നിട്ട് നമ്മുടെ ആ നെയിം എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ നെയിം ഇവിടെ കിട്ടണം. സേവ് ചെയ്ത് നോക്കിയേ. ചെറുതായിട്ടൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ഹലോ ജോബ്സി, ഹൗ ആർ യു? കണ്ടോ? അപ്പോൾ നമുക്ക് എന്താണ് ബാക്ടിക്സ് കൊടുത്തു കഴിഞ്ഞാൽ മൾട്ടിലൈൻ കമന്റ്സും എഴുതാം, അതേപോലെ എക്സ്പ്രഷൻസോ, അതായത് നമുക്ക് വേരിയബിൾസിന്റെ ഒക്കെ വാല്യൂസ് ഇതിൻ്റെ അകത്ത് ചെയ്യോ, കമ്പ്യൂട്ടേഷൻ വാല്യൂസ് ചെയ്യോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. URL-അനുസരിച്ച് വരുന്ന URL-അനുസരിച്ച് നമുക്ക് റൗട്ടിനെ അല്ലെങ്കിൽ നമുക്ക് വേറെ റെസ്പോൺസ് കാണിക്കണമെന്ന് നമ്മൾ എന്താ ചെയ്യാം? ഇതെടുത്ത് കളയാം. നമ്മൾ ഫസ്റ്റ് URL ഏതാന്ന് വെച്ചാൽ എടുക്കണം. അതിനായിട്ട് നമ്മൾ URL എടുക്കുക. എന്നിട്ട് റിക്വസ്റ്റ് ഡോട്ട് URL എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ കിട്ടും. ഇതാ നോക്കാം, റിക്വസ്റ്റ് ഡോട്ട് URL. ഓക്കെ, ഇനി ഈ URL വെച്ച് നമുക്ക് റൗട്ട് ചെയ്യാം കണ്ടീഷണലി. അപ്പം URL ഈക്വൽ ടു വെറുതെ സ്ലാഷ് മാത്രമാണെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റൂട്ട് URL ആണ് കോൾ ചെയ്തേക്കുന്നത്. അപ്പം വെറും സ്ലാഷ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ റൂട്ട് ഓഫ് ദ പ്രോജക്റ്റ് ആണെന്ന് യൂസറോട് പറഞ്ഞു കൊടുക്കുന്നു. ഇതേ കേസ് നമുക്ക് ബാക്കിയുള്ള ഇതിലും യൂസ് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്ലാഷ് അബൌട്ട് വന്നു കഴിഞ്ഞാൽ URL അബൌട്ട് പേജ്, അതേപോലെ കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ URL കോണ്ടാക്ട് പേജ് എന്ന് കൊടുത്തിട്ട് നമ്മൾ സെർവറിനെ റൺ ചെയ്യുന്നു. നമ്മൾ നോഡ് app.js പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ URL റൂട്ട് ഓഫ് ദ പ്രോജക്റ്റ് എന്ന്. കാരണം ഇതിൻ്റെ അകത്ത് ഡിഫോൾട്ട് പാത്ത് ഒന്നും ഇല്ല, അതായത് നമ്മുടെ വെബ്സൈറ്റിന്റെ URL മാത്രമാണ്. ഇവിടെ ഒരു സ്ലാഷ് ഉണ്ട്, ഇത് നമ്മൾ ബ്രൗസർ ഒമിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡിഫോൾട്ട് സ്ലാഷ് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ റൂട്ട് ഓഫ് ദ പ്രോജക്റ്റ് വരും. അതുകൊണ്ടാണ് URL റൂട്ട് ഓഫ് ദ പ്രോജക്റ്റ് കാണിക്കുന്നത്. സ്ലാഷ് അബൌട്ട് കൊടുത്തു നോക്കി, URL അബൌട്ട് പേജ്, സ്ലാഷ് കോണ്ടാക്ട് കൊടുത്തു നോക്കി, URL കോണ്ടാക്ട് പേജ്. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെ നമുക്ക് എന്താ പറയാ, കണ്ടീഷണലി റെൻഡർ ചെയ്യാൻ പറ്റും പേജുകൾ. ഇതിനകത്ത് നമുക്ക് HTML എലമെന്റ് ഒക്കെ ആഡ് ചെയ്യാം. ഇത് ജസ്റ്റ് ഡമ്മി ടെക്സ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കുന്നേ ഉള്ളൂ. HTML ആഡ് ചെയ്തിട്ട് നമുക്ക് ആ രീതിയിൽ ചെയ്യാം. ബേസിക് സാധനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എങ്ങനെയാണ് ഒരു നോഡ് ആപ്ലിക്കേഷൻ ബ്രൗസർ റൺ ചെയ്യുന്നുള്ള ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് മോഡ്യൂൾ എക്സ്പോർട്സ് നോക്കാം. മോഡ്യൂൾ എന്താണ്, മോഡ്യൂൾ എക്സ്പോർട്സും നോക്കാം. നമുക്കിനി കസ്റ്റം മോഡ്യൂൾ എന്താണെന്ന് നോക്കാം അല്ലേ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് കസ്റ്റം മോഡ്യൂൾ ക്രിയേറ്റ് ചെയ്ത് കസ്റ്റം മോഡ്യൂൾ എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് പറയാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഇനി അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, ഇത് എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ യൂട്ടിൽസ് എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം, utils.js. ഓക്കെ, ഇതിനകത്ത് എനിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫംഗ്ഷൻ വേണം. നമുക്ക് സിമ്പിൾ ആയിട്ട് അഡീഷണൽ ഫംഗ്ഷൻ കൊടുക്കാം. ഓക്കെ, റിട്ടേൺ a+b, സിമ്പിൾ ഫംഗ്ഷൻ കൊടുക്കാം. ഓക്കെ, ഇനി ഫംഗ്ഷൻ ഗ്രീറ്റ് നെയിം എന്ന് പറഞ്ഞൊരു ഫീൽഡ് കൊടുക്കുന്നു. നമുക്ക് ബാക്ക്സ് കൊടുക്കാം. ഇത് നെയിം, ഈ രണ്ട് ഫംഗ്ഷൻ ഞാൻ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മളൊരു മോഡ്യൂളായിട്ട് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോഡ്യൂൾ ഡോട്ട് എക്സ്പോർട്സ് എന്ന് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബ്രാക്കറ്റിനകത്ത് ഈ രണ്ട് ഫംഗ്ഷന്റെയും പേര് പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, രണ്ട് ഫംഗ്ഷൻ നമ്മൾ എഴുതി, ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനും ഗ്രീറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനും. ഓക്കെ, ഈ ഫംഗ്ഷൻസ് നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഒന്നുകിൽ റിക്വയർ ചെയ്യുക അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുക. നമ്മുടെ ആ ഫയലിന് നമുക്ക് ഇതേ പേരിൽ തന്നെ നമുക്ക് കൊടുക്കാം. റിക്വയർ സെയിം ഫോൾഡർ പാത്തിന്റെ അകത്തായതുകൊണ്ട് ./utils എന്ന് കൊടുക്കുക.
അപ്പം നമുക്ക് ഈ ഒരു utils.js എന്ന് പറയുന്ന ക്ലാസ് കൂടി ഇമ്പോർട്ട് ആയി. ഇനി ഇതിനെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും? നമുക്ക് എന്താ പറയാ, നമുക്ക് ഗ്രീറ്റ് കൊടുക്കാം. ഗ്രീറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ യൂട്ടിൽസ് ഡോട്ട് ഗ്രീറ്റ് കൊടുക്കുക. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ എന്താണ് പേര് കൊടുക്കുക? ജോബ്സ് എന്ന് പറഞ്ഞത് കൊടുക്കുക. ഫുൾ നെയിം കൊടുക്കുക. ഇത് വർക്കാവുന്ന കളിക്കുന്നത്. ഓക്കെ, അതേപോലെ നമുക്ക് എന്ത് വേണം? സം വേണം അല്ലേ? സം ഈക്വൽ ടു യൂട്ടിൽസ് ഡോട്ട് ആഡ്. നമുക്ക് രണ്ട് നമ്പേഴ്സ് കൊടുക്കാം, 50, 50, 12. ഓക്കെ, നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി അല്ലേ? ഇനി നമുക്കിത് ഇവിടെ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, ഗ്രീറ്റിംഗ് ഡോട്ട് സം ഈസ് എന്ന് പറഞ്ഞാൽ കൊടുക്കാം. ഇനി ഇത് സേവ് ചെയ്ത് സർവർ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഹോം URL കൊണ്ട് അല്ലേ, ഹലോ ജോബ്സ് വർഗീസ് ഹൗ ആർ യു സം ഈസ് 62 കണ്ടോ? നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് മോഡ്യൂൾസിനെ ക്രിയേറ്റ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ മോഡ്യൂൾ ഡോട്ട് എക്സ്പോർട്ട്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മോഡ്യൂൾസിനെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ മോഡ്യൂൾസ് ഉണ്ടെങ്കിൽ, മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആ ഒരു ഇമ്പോർട്ട് ചെയ്തെടുക്കുന്നതിന്റെ പേരിൽ അതർ ഡോട്ട് നമ്മുടെ ഫംഗ്ഷൻസിനെ കോൾ ചെയ്യാൻ പറ്റും. ഫംഗ്ഷനകത്ത് വാല്യൂസ് പാസ് ചെയ്തിട്ട് നമുക്ക് ഫംഗ്ഷൻസിനെ എടുക്കാനായിട്ടും പറ്റും. ഇതിന് കസ്റ്റം മോഡ്യൂൾസ് എന്ന് പറയുന്നത്. കസ്റ്റം മോഡ്യൂൾസ് ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇതേ സാധനം നമുക്ക് ഒന്നുകിൽ റിക്വയർ ചെയ്തിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്താ ഇമ്പോർട്ട് നമ്മുടെ ആ ഒരു എന്തൊക്കെയാണുള്ളത്, ഗ്രീറ്റ് ഉണ്ട്, അതേപോലെ ആഡ് ഉണ്ട് അല്ലേ, ഫ്രം /utils ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഗ്രീറ്റും ഉണ്ട് ആഡും ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ യൂട്ടിൽസിന് പകരം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഗ്രീറ്റും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആഡും എടുക്കാം. ഓക്കെ, ഇനി ഒന്ന് സേവ് ചെയ്തിട്ട് ഒന്ന് സെർവർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കി വർക്ക് ആവുന്നുണ്ടോ എന്ന്. എന്ത് വേറെ അടിച്ചു? cannot use import statement outside of module. അപ്പൊ നമുക്ക് എന്താണ് റിക്വയർ യൂസ് ചെയ്യുന്നിട്ട് ഇമ്പോർട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ഫങ്ഷൻസിനെ എന്ത് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം. ഇത് നെയിംഡ് എക്സ്പോർട്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൊടുത്തേക്കുന്ന പേര് തന്നെ അവിടെ കൊടുത്താലേ നമുക്കിത് കിട്ടുള്ളൂ. ഡിഫോൾട്ട് എക്സ്പോർട്ട് ആണെങ്കിൽ നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ട് ഗ്രീറ്റ് കോമ ആഡ്, ഇത് കറക്റ്റ് ആണ്, ഈ ലൈൻ കറക്റ്റ് ആണ്. നമുക്കപ്പോൾ ഇവിടുന്ന് രണ്ട് എക്സ്പോർട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇതിനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രീറ്റ് ആഡ് ഡയറക്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടണം. പക്ഷെ നമ്മൾ മെയിൻ സാധനം നമ്മൾ മറന്നുപോയി. അതായത് നമ്മൾ ഫസ്റ്റ് npm init ചെയ്യണം. അതായത് package.js നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ഇത് മോഡ്യൂളാന്ന് പറയണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് MJS ആയിട്ട് എടുത്തിട്ട് .mjs എക്സ്റ്റൻഷൻ വെച്ചിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അതിലെളുപ്പം ഇത് npm init കൊടുക്കുക, ഒരു package.js ക്രിയേറ്റ് ആവും. ഇതെല്ലാം ഡിഫോൾട്ട് എല്ലാം കൊടുത്തു വിടുക. അപ്പൊ നമുക്കൊരു package.js ക്രിയേറ്റ് ആയിട്ട് കിട്ടും. ഇതിൻ്റെ അകത്ത് നമുക്ക് ടൈപ്പ് പറഞ്ഞു കൊടുക്കാം. ടൈപ്പ് ഈക്വൽ ടു മോഡ്യൂൾ എന്ന് പറയുക. ഓക്കെ, ഇനി ടൈപ്പ് പറഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു നോഡ് ആപ്പ് നമ്മൾ റൺ ചെയ്യുന്നു. പിന്നെ നമുക്ക് ഇവിടെ വേറെ എറർ അടിച്ച് cannot find module node utils. അപ്പോൾ .js കൂടെ കൊടുക്കുക. ഇനി ഒന്ന് റൺ ചെയ്ത് ഇനി എന്താണ് കാണിക്കുന്നത്? require is not defined in ES6 module scope. You can use import instead. അപ്പം ES6 മോഡ്യൂൾസിൽ നമുക്ക് റിക്വയറിന് പകരം ഇമ്പോർട്ട് ആണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. നമുക്ക് ഇതുകൂടെ കമന്റ് ചെയ്തിട്ട് നമുക്ക് അതിനെ കൂടി ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് HTTP ഫ്രം HTTP. ഇനി ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് ഒന്ന് റൺ ചെയ്ത് പോർട്ട് റണ്ണായി അല്ലേ. നമുക്കിനി ആ ഒരു ബ്രൗസറോട് റീലോഡ് ചെയ്ത് നോക്കാം. കിട്ടിയില്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ റിക്വയർ വെച്ചിട്ടും ഇമ്പോർട്ട് വെച്ചിട്ടും നമ്മുടെ മോഡ്യൂൾസിനെ ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത്. അതേപോലെ കസ്റ്റം മോഡ്യൂൾസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? വേറെ വേറെ വീഴ്ച ഉണ്ടാകും നമുക്ക് പറയാം, എന്നാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഫയൽ സിസ്റ്റം യൂസ് ചെയ്യുന്നതെന്ന് പഠിക്കാൻ Node.js വെച്ചിട്ട്. ഈ കാര്യങ്ങൾ ക്ലിയർ ആയെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.